ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് കഴിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് നിന്നിട്ടാക്കിയിരിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ മത്തി ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 3 അല്ലി വെളുത്തുള്ളി വലുതാണ്, ഞാൻ പീസ് ആക്കിയതാണ്, അതും കൂടെ ചേർക്കുന്നു. ഇനി ഒരു ചെറിയൊരു അളവിൽ ഇഞ്ചിയും കൂടെ വേണം. ഇഞ്ചി ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ഇടുവാണ് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, എത്ര എരിവുണ്ടോ അത്രയും എരിവിന് വേണ്ടിയുള്ള പച്ചമുളക് ഞാൻ ഇവിടെ 3 എടുത്തിരിക്കുന്നത്. ഇനി തോനും കരിവേപ്പില വേണം. ഞാനൊരു കപ്പോളം കരിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ആവശ്യമാണ്, കുരുമുളക് പൊടി. അതും 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതിയാക്കി അതിലെ നീരെടുക്കണം. പകുതി നാരങ്ങയുടെ നീരെടുത്ത് അത് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി കൂടെ തന്നെ നമ്മുടെ അരപ്പിന് ആവശ്യമായ ഉപ്പ് അതുകൂടി ഇതിനകത്തിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടി കഴിഞ്ഞാൽ ഇനി നമ്മുടെ കഴുകി വരഞ്ഞു വെച്ചേക്കുന്ന മത്തി എടുക്കുക. അതിലേക്ക് ഈ എല്ലാ അരപ്പിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ വരഞ്ഞു വെച്ചേക്കുന്ന ഇടയിൽ കൂടി നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കാൻ വേണ്ടി അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടും. 1 മണിക്കൂർ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അപ്പോഴും 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മിനിമം സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മുടെ മത്തി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കേണ്ടതുണ്ട്. അപ്പൊ അത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന മത്തിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ മത്തിയൊക്കെ ഇപ്പൊ നന്നായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പൊ അതെല്ലാം കൂടെ നമ്മുടെ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീനിന്റെ 2 സൈഡും മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കാരണം കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണ പിടിക്കും. അപ്പൊ എന്തായാലും ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ഇലയിലേക്ക് ഈ ഫ്രൈ എല്ലാം കൂടെ ഒന്ന് മാറ്റി വെക്കുവാണേ. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തി കിട്ടുമ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നും ഒരേ ടേസ്റ്റ് കഴിക്കുന്നേക്കാളും നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.